സയ്യിദന്മാരാ നിന്റെയൊക്കെ കളിയങ്ങ് മാറും. ആലിമീങ്ങളെ പറയുന്നവൻ അതാ മഹത്തുക്കളായ മുൻഗാമികൾ പറയുന്നുണ്ട്, ആലിമിന്റെ ഇറച്ചി വിഷവാണെന്ന, ഉസ്താദന്മാരുടെ ഇറച്ചി വിഷവാണെന്ന, കൂടുതൽ തിന്നരുത്. സാധാരണ ഇറച്ചി തിന്നുന്നത് പോലെ ഉസ്താദന്മാരുടെ ഇറച്ചി തിന്നരുത്. ഉസ്താദന്മാരുടെ ഇറച്ചി വിഷമടിച്ച് ചത്തവന്റെ ആക്കിപത്ത് എനിക്കറിയാമല്ലോ. വിഷമടിച്ച് ചത്തവന്റെ അവസ്ഥ എങ്ങനെയാ? വായിലൂടെ പതയും ഒരയും വന്നിട്ട് ഇങ്ങനെ ചത്തുപോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരെ പറഞ്ഞ ഇത്രയും എടാ, ഈ ഇരിക്കുന്ന 300 വിദ്യാർത്ഥികളുണ്ട്, ഇതിലെ ഏതെങ്കിലും ഒരു മുത്താലിമിന്റെ മനസ്സ് വേദനിച്ച നന്നാവോ? ഒരു മുത്താലിമിന്റെ മനസ്സ് വേദനിപ്പിച്ചവൻ നന്നാവോ? പിന്നല്ലേ ഉസ്താദ്, പിന്നല്ലേ തങ്ങന്മാര്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാം അങ്ങ് മാറും. ആഘോഷവും രാഷ്ട്രീയവും സംഘടനയൊക്കെ അങ്ങ് മാറും. തങ്ങളാ, സയ്യിദ, ആലിമ. അതുകൊണ്ട് അവനവൻ സൃഷ്ടിച്ച അവനവന്റെ ആക്കിപത്ത് നന്നാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറോ ട്യൂമറോ ഏതെങ്കിലും മാരകമായ ഏതെങ്കിലും രോഗം പടച്ചവനുണ്ടെങ്കിൽ റഹ്മാനായ അല്ലാഹുവേ, എന്നെ രക്ഷപ്പെടുത്തരേ അല്ലാഹ്. ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരികയാ. എന്റെ പ്രിയ സുഹൃത്ത് അർഷാദ് എന്ന സഹോദരൻ അജ്മാനിൽ നിന്ന് ചെറിയൊരു പ്രയാസവുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നതാ. ഡോക്ടർ പറയുന്നു 3 ബ്ലോക്കാ, നാളെ രാവിലെ സർജറി ആണെന്ന് പറഞ്ഞു. അല്ലാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കും. ഞാൻ എന്റെ കാര്യം നോക്കാം. ബിസ്മില്ലാ. അല്ലാഹു എല്ലാവിധ ഖൈറും നൽകണേ തമ്പുരാനെ. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്താണ് കൊടുക്കാൻ കഴിയുക? നീ നിന്റെ കാര്യം നോക്ക് സഹോദര. നീ കൊടുക്കുന്നത് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ 200 300 ഒക്കെ ഇപ്പൊ ഫീസ്. എടാ ചങ്ങാത്തി, ഇതൊരു 10 രൂപ നിന്റെ കയ്യിലുണ്ടോ? 1 രൂപ നിന്റെ കയ്യിലുണ്ടോ? സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മുതഅല്ലിമീങ്ങളാണ് വരുന്നത്. അല്ലാഹുവിന്റെ മലക്കുകളെ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗമാണ്. ഉള്ളതിന് പങ്ക് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ നോക്ക്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ റബ്ബേ? മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അറുത്തു മുറിക്കല്ലേ അല്ലാഹ്. കണ്ടു തീരെ കുടിപ്പിക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് പേര് പ്രയാസത്തിലാണ് അല്ലാഹുവേ. അന്നരി ഉസ്താദ് പറഞ്ഞു കുടുംബത്തിൽ ആരോ ഐശ്വര്യാണ് റബ്ബേ, ശിവ കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ ഖുർആനിൽ നമ്മളോട് പറയാറുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ചില വാപ്പമാര് പറയാറുള്ള ഉസ്താദേ, 1 മാസത്തിൽ ഞാൻ ഖത്തമോദി തീർക്കാറുണ്ട്. ചില പറയുന്നത് ആഴ്ചയിൽ ഖത്തം തീർക്കുന്ന ഉമ്മമാരുണ്ട്. ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഓതുന്നത് ഖുർആനാണെന്നുള്ള ബോധം വേണേ. ഇത് എന്റെയും നിങ്ങൾക്കും കളിക്കാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ. അത് ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ കലാമാണ് ഖുർആൻ. അതിനെ നീ ബഹുമാനിക്കണേ, അതിനെ നീ ആദരിക്കണേ. അതുകൊണ്ടാണ് ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല. ഇവരുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. 40 ദിവസത്തെ അമല് നഷ്ടപ്പെട്ടു പോകും ഖുർആൻ ഓതുമ്പോ സംസാരിച്ചാൽ. ഖുർആൻ ഓതുന്ന സമയത്ത് ചിരിക്കുന്നവരുണ്ടല്ലോ മോനെ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന അവസ്ഥ നാണം കെട്ടവനെ പോലെ കടന്നു വരുമെന്നാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്താ പോരാ, അത് അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ബോധം വേണേ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് എന്തേ ഓതിയിട്ട് എനിക്കും നിങ്ങൾക്കും മാറ്റം വരാത്തത്? പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് അറിയാനിട്ടാണ്. ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ്, ഒരു കാലത്തും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതിട്ടുണ്ട് എത്രയോ പേര്. വയത് കേട്ടിട്ടല്ല നന്നായത്, ഖുർആൻ കേട്ട് നന്നായവരുണ്ടോ? ഖുർആൻ
കേട്ട് നന്നായവരുണ്ടോ? ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതിത്തില്ലിയവര് നന്നായത് വയത് കേട്ടിട്ടല്ല. ഞാനും നിങ്ങളും മദീനത്ത് പോകാറുണ്ടല്ലോ. പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കടന്ന് ഉറങ്ങുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ശരീഫിന്റെ മുറ്റത്തേക്ക് വരിവരിയായി നിന്ന് പോയിട്ട് അവസാനം മുത്തുനബിയോട് പെടുന്ന സലാം പറയുമല്ലോ. അത് കഴിഞ്ഞ് അബൂബക്കർ തങ്ങളോട് പറയുമല്ലോ. അത് കഴിഞ്ഞ് ഉമർ തങ്ങളോട് പറയുമല്ലോ. എന്നാൽ ഉമർ ആരാണെന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ആരായിരുന്നെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചരിത്രം പഠിക്കണമടാ പൊന്നുമോനെ. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അയൽവാസിയോട്, ഉമറിന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒരാളോട് ഒരാള് ചെന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയോ? അയൽവാസിയുടെ മറുപടി എന്തെന്നറിയോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. ഉമറിന്റെ അയൽവാസിയോട് ഒരാള് ചെന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിക്കറിയാ ഉമറിന്റെ സ്വഭാവം. എന്തേ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുമ്പിൽ കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. വിശ്വസിക്കാൻ തയ്യാറാണ്. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. കാരണം ജീവിതം അങ്ങനെയായിരുന്നു. കാട്ടാളനെ പോലെ ജീവിച്ച മനുഷ്യനാട്. ജാഹിലിയ്യ കാലഘട്ടത്തിലെ ജീവിതം വല്ലാത്ത ജീവിതമാണ്. അവസാനം ഒരിക്കൽ അല്ലാഹുവിന്റെ കഅബയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ശപഥമെടുക്കുന്ന മുഹമ്മദിന്റെ തലയെടുത്തിട്ടേ വരൂ. പുതിയ മതവുമായി കടന്നു വന്ന മുഹമ്മദിന്റെ തലയെടുക്കാതെ ഇനി ഉമർ തിരിച്ചു വരൂല. ഊരിപ്പിടിച്ച വാളുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി കുതിരപ്പുറത്ത് പായുന്ന ഉമറിനെ കണ്ടപ്പോ ഒരാള് ചോദിക്കുന്നു, ഉമറേ എവിടേക്കാണ് പായുന്നത്? മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ്. നമ്മുടെ മതങ്ങളെയെല്ലാം കുറ്റം പറഞ്ഞ് അതാ പുതിയ മതവുമായി കടന്നു വന്ന ഉമറിന്റെ തല അതാ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ്. ഉമറിനതാ ഉമർ മുഹമ്മദിനെ നന്നാക്കാൻ പോവുകയാണ്. ഉമറിനോട് പറഞ്ഞു, ഉമറേ മുഹമ്മദിനെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം വീട് നന്നാക്കടാ. നിന്റെ കൂടപ്പിറപ്പ് ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ. നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ. ആദ്യം വീട് നന്നാക്ക്, പിന്നെയാണ് മറ്റുള്ളവരെ നന്നാക്കേണ്ടത്. ഉമറിന് ദേഷ്യം കൂടിയടോ. ഉമർ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമയും തന്റെ ഭർത്താവും ഖുർആൻ പഠിക്കുകയാ. അവര് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ഉമർ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. പടച്ചവനെ വല്ലാത്ത ദേഷ്യമായി ഫാത്തിമാനെ തല്ലി ചതയ്ക്കുകയാണ്. കൂടപ്പിറപ്പിനെ തല്ലി ചതയ്ക്കുകയാണ്. വായിലൂടെ മൂക്കിലൂടെ ബ്ലഡ് ഒഴുകുകയാണ്. അവസാനം തന്റെ സഹോദരി രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ ഉമറിന്റെ മനസ്സു മാറുകയാ. കോപമങ്ങ് ശമിക്കുകയാ. കാരണം കൂടപ്പിറപ്പാണല്ലോ. ഉമർ ചോദിച്ചു, ഫാത്തിമ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്തോ കവിത പാടുന്നത് കേട്ടല്ലോ ഫാത്തിമ. അത് എന്താണ് ഫാത്തിമ? ഫാത്തിമ പറയുന്ന കവിതയല്ല പാടിയത്, അത് പരിശുദ്ധമായ ഖുർആനാ. അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ് ഞാൻ പാരായണം ചെയ്തത്. എനിക്കൊന്ന് തരുമോ ഫാത്തിമ? ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ല. നീ പോയി ശരിയായിട്ട് വാ. ഉമർ ചെന്ന് കുളിച്ച് ശുദ്ധിയാവുകയാ. കൈകാലുകൾ കഴുകി വൃത്തിയാവുകയാ. ഫാത്തിമയുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അവിടുന്ന് പാരായണം ചെയ്യുകയാണ് ത്വാഹ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയുടെ ആയത്തുകൾ അങ്ങ് പാരായണം ചെയ്തപ്പോ ഉമറിന്റെ ഹൃദയം അങ്ങ് കിടുകിടാ വിറയ്ക്കുകയാ. ഉമറിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ കലാം ഇറങ്ങിയടോ. നബിയുടെ തലയെടുക്കാൻ പോയ ഉമർ നബി തങ്ങളുടെ മുമ്പിലേക്ക് പൂച്ചക്കുട്ടി
കുട്ടിയെ പോലെ നടന്നു ചെല്ലുകയാണ്. സ്വഹാബത്തിന് ഭയമായി. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വരികയാണോ? നബി തങ്ങൾ പറഞ്ഞു എല്ലാവരോടും മാറി നിൽക്കാൻ. അവസാനം ഉമർ തങ്ങൾ മുത്തി നബിയുടെ മുമ്പിൽ ചെന്നു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മറുപടി കേട്ട് കഴിഞ്ഞപ്പോ ഉമർ പറയുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമർ മുസ്ലിമായത് ഒരായത്ത് കേട്ടിട്ടാ. സൂറത്ത് ത്വാഹയുടെ 4-5 ആയത്തുകളാണ് കേട്ടത്. അത് കേട്ടപ്പോൾ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഹൃദയത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം കേറുകയാ. ചെറുപ്പക്കാരാ, എന്തേ മോനെ എത്രയോ ആയത്തുകൾ കേൾക്കുന്നവരല്ലേ, ജീവിതത്തിൽ മാറ്റം വരാത്തതെന്ത്, നന്നാകാ തോന്നാത്തതെന്ത്? മോനെ, ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാണല്ലോ. കാറ്റ് തീ പടരുന്നത് പോലെ ലോകത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് ജനങ്ങൾ ഇതാ ദീനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാ. എന്നിട്ടും നിനക്കെന്തേ തിരിയാത്തത്? മോനെ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുദൈല് ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പെണ്ണിനോട് മോഹം തോന്നിക്കഴിഞ്ഞാൽ ഫുദൈല് അവളുമായി ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടുകാര് പറഞ്ഞു, ഫുദൈലേ, ഞങ്ങളെല്ലാവരും ഒരു പെണ്ണിന്റെ പുറകെ നടന്നു നോക്കി, അവള് ഞങ്ങളുമായി സഹകരിക്കുന്നില്ല, ഞങ്ങളെല്ലാവരും അവളുടെ മുമ്പിൽ പരാജയപ്പെട്ടു. നീ വല്ലാത്ത ധൈര്യശാലിയാണല്ലോ, ഏത് പെണ്ണിനെയും വളയ്ക്കുമല്ലോ. എങ്കിലും ഫുദൈലേ, നിനക്ക് പറ്റുമെങ്കിൽ ആ പെണ്ണിനെ നീ ഒന്ന് വളയ്ക്കടാ, എങ്കിലും ഞങ്ങൾ സമ്മതിക്കാം. അങ്ങനെ ഫുദൈല് ഇബ്നു ഇയാദ് ആ പെണ്ണിന്റെ പുറകെ നടക്കുകയാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന സ്വാലിഹത്തായ പെണ്ണിന്റെ പുറകെ നടന്ന് മോഹം പറയുകയാ. അവള് പരിഗണിച്ചില്ല, ആ പെണ്ണ് പരിഗണിക്കുന്നില്ല. അവസാന ഫുദൈലിന് നാണക്കേടായി, ഫുദൈലിന് വല്ലാത്ത നാണക്കേടായി. എങ്ങനെയെങ്കിലും അവളെ കീഴ്പ്പെടുത്തണമല്ലോ. ആരാരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതിക്രമിച്ചു കയറുകയാണ് ഫുദൈൽ ഇബ്നു ഇയാദ്. അവസാനം ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ, റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവസാനം ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ പോകുമ്പോ പെണ്ണ് കിടന്ന് നിലവിളിക്കുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഫുദൈൽ വല്ലാത്ത ആരോഗ്യവാനാ, ആ പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ്. വ്യഭിചരിക്കാൻ പോകുമ്പോ പെട്ടെന്ന് പെണ്ണിന്റെ നിലവിളി മാറുകയാ. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് തള്ളി മാറ്റിക്കൊണ്ടിരുന്ന പെണ്ണ് മിണ്ടുന്നില്ലടോ. ഫുദൈലിന്റെ മുഖത്ത് നോക്കുകയാണ്. ഫുദൈൽ ചോദിക്കുന്നു, പെണ്ണേ, മനസ്സു മാറിയോ? എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാ തീരുമാനിച്ചോ? ആ പെണ്ണിന്റെ കണ്ണങ്ങ് നിറയുകയാ. ഫുദൈൽ ഇബ്നു ഇയാദിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ചെറുപ്പക്കാരിയായ പെണ്ണ് കരയുകയാണ്. എന്തിനാ നീ കരയുന്നത്? എന്തേ നീ കരയുന്നത്? ആ പെണ്ണ് കരയാനുള്ള കാരണം എന്തെന്നറിയോ? അടുത്ത വീട്ടിലിരുന്ന് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. ഒരു ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. കേൾക്കടാ ഫുദൈല്, കേൾക്കടാ ഫുദൈല്, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. കേൾക്കടാ ഫുദൈല്, കേൾക്കടാ ഫുദൈല്, അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുദൈല്? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാൻ നിനക്ക് സമയമായില്ലേ? നന്നാകാൻ നിനക്ക് സമയമായില്ലേ? എന്നാ നന്നാകുന്നത്? ഇനി എന്നാ നന്നാകുന്നത്? ഫുദൈലെ അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേ? ഒരുപാട് തെറ്റുകൾ ചെയ്തില്ലേടാ ഫുദൈല്? ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ ഫുദൈൽ ഇബ്നു ഇയാദ്
ഇയാള് കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാണ്. ആരായി മാറിയെന്നറിയുമോ ചെറുപ്പക്കാരാ? ലോകമറിയുന്ന പണ്ഡിതന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനിലെ ഒരായത്താ. അതുകൊണ്ട് പഠിച്ചവര് ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരോട്, ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവരോട് ചോദിക്കട്ടെ, ഒരായത്ത് കേട്ടിട്ട് അവര് നന്നായെങ്കിൽ ഞാനും നിങ്ങളും ഒരായത്തല്ല 114 സൂറത്തുകൾ, 6000-ൽ പരം വരുന്ന ആയത്തുകൾ ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം ഞാനും നിങ്ങളും കേൾക്കുന്നല്ലോ. ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ലല്ലോ. ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ ആ ചങ്ങാതി നന്നായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൂറത്തു ത്വാഹയുടെ 3-4 ആയത്തുകൾ കേട്ടപ്പോ കാട്ടാളനായ ഉമർ നന്നായി. ഇതുപോലെ 100 കണക്കിന് ചരിത്രമുണ്ട് ഖുർആൻ കേട്ടിട്ട് നന്നായവർ. ഞാനും നിങ്ങളും